ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ നാട്ടിൽ പുതിയ ബോധോദയം കിട്ടിയ ഒരു ജ്ഞാനി, ഒരു പുതിയ മഹർഷി വന്നിട്ടുണ്ട്. ഒരു പുതിയ കലിയുഗ ജ്യോത്സ്യൻ. അദ്ദേഹത്തിന്റെ പേരാണ് മുരാരി രാജൻ ബാബു. അപ്പം അദ്ദേഹം നമ്മുടെ നാട്ടുകാരനാണ് കേട്ടോ, കൊല്ലം ജില്ലക്കാരനാണ്. നമ്മുടെ അഭിമന്യു, നമ്മുടെ അറിയാമല്ലോ, നമ്മുടെ ലോറി അപകടത്തിൽ മരണപ്പെട്ടു പോയ നമ്മുടെ അഭിമന്യു തിരിച്ചു വരും എന്ന് പ്രവചിച്ചുകൊണ്ട് ബോധോദയം കിട്ടിക്കൊണ്ട് പുതിയ ഒരു ജ്ഞാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് സന്യാസ ജീവിതത്തിലോട്ട് കടന്ന ഒരു മഹത് വ്യക്തിയാണ് ഈ മുരാരി രാജൻ ബാബു എന്ന് പറയുന്നത്. അദ്ദേഹം കുറച്ചു കാലം വയറ്റിപ്പഴപ്പിനാട്ട് ദുബായിലും പിന്നെ കുറെ കാലം ആട്ടൊക്കെ ഓടിച്ചുകൊണ്ട് നടന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ആലിൻ ചുവട്ടിൽ പോയിരിക്കുകയും അതിനനുസരിച്ച് അദ്ദേഹത്തിന് ആ ആലിന്റെ അവിടെ നിന്ന് എന്തോ ഒരു ദൈവിക ശക്തി അദ്ദേഹത്തിന്റെ ഉള്ളിലോട്ട് പ്രവഹിക്കുകയും അദ്ദേഹം അങ്ങനെ ഒരു വലിയൊരു ജ്ഞാനിയായിട്ട് മാറുകയും ചെയ്തത്. അങ്ങനെ അദ്ദേഹം പിന്നെ വളരെ പ്രശസ്തനായിട്ട് മാറി. പിന്നെ പ്രശസ്തി എന്ന് പറഞ്ഞ കുറെ റീൽസുകളൊക്കെ ആയിട്ടുള്ള പ്രശസ്തിയായിരുന്നു. എന്തായാലും ഒരു സെലിബ്രിറ്റി ആയി ആള്. അങ്ങനെ അദ്ദേഹം ഇപ്പം ഇന്നലെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്, പോലീസിന്റെ വലയിലകപ്പെട്ടിരിക്കുകയാണ്. എന്തിനാണ്? നമ്മുടെ ജ്ഞാനിയെ കാണാനായിട്ട് ഒരു അമ്മയും മകളുമായിട്ട് ചെന്നു. ആ മകളുടെ പുറത്ത് ബാധ കയറിയെന്നും പറഞ്ഞിട്ടാണ് ചെന്നത്. ശാസ്ത്രം ഇത്ര പുരോഗമിച്ചു, കാലങ്ങൾ ഇത്ര കടന്നുപോയി, എന്നിട്ടും നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ മാറിയിട്ടില്ല. 95% ആൾക്കാരും എനിക്ക് തോന്നുന്നു ഇപ്പോഴും അന്ധവിശ്വാസമായിട്ട് നടക്കുവാണെന്ന് തോന്നുന്നു. എന്തായാലും ബാധ കയറി അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന സമയത്ത്, സൈക്കാട്രിക് ആയിട്ടുള്ള എന്തോ പ്രശ്നം വന്ന സമയത്ത് ബാധ കയറിയെന്ന് ആരോ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. നേരെ ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് ഈ ജ്ഞാനി എടുക്കാൻ, ബോധോദയം കിട്ടിയ ജ്ഞാനി എടുക്കലോട്ട് കൊണ്ടുപോകുന്നു. ഞാൻ പറയുകയാണ്, ഓക്കെ, കൊടിയ ബാധയാണ്, ഞാൻ ഇപ്പോൾ മാറ്റി തരാം, നിങ്ങൾ ആരും പേടിക്കണ്ട, എനിക്ക് മകളെ മാത്രമായിട്ട് റൂമിലോട്ടൊന്ന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പം അന്ധവിശ്വാസം തലയ്ക്ക് പിടിച്ച ഈ അമ്മ അത് സമ്മതിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിക്കോ, ഈ കാലഘട്ടത്തിൽ ഇപ്പോഴും ഇങ്ങനെ ബാധ, ഭൂതം, പ്രേതം, പിശാചെന്നും പറഞ്ഞ് നടക്കുന്ന എത്രയോ ആൾക്കാരുണ്ടെന്നറിയോ? എന്താണ് ഈ തലയ്ക്ക് ബോധം വെക്കാത്തത്? വെള്ളി മൂങ്ങ, നക്ഷത്രാമ, എവിടെ എന്ത് ഉടായ്പുണ്ടെങ്കിലും പോയി തല വെച്ചു കൊടുക്കും. എന്തൊരു മനുഷ്യരാണപ്പോ നിങ്ങളൊക്കെ! നമ്മൾ അന്യഗ്രഹങ്ങളിൽ പോയി ജീവിക്കാനുള്ള അത്രത്തോളം ശാസ്ത്രത്തെ പുരോഗമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തില് നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ, ഇങ്ങനെയുള്ള സ്വാമിമാരെയൊന്നും വിശ്വസിക്കാതിരിക്കുക. കുറെ കലിയുഗ ജ്യോത്സ്യന്മാർ ഇങ്ങനെ ദിവസം നിങ്ങളെ പോലുള്ള ആൾക്കാരുള്ളിടത്തോളം കാലം ഇനിയും ഇനിയും ഇങ്ങനെയുള്ള ജ്ഞാനികൾ, ഇങ്ങനെയുള്ള ബോധം കെട്ടവന്മാർ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, നിങ്ങളുടെ വിവരക്കേടാണ് അവരുടെ സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത്. അങ്ങനെ എന്തായാലും ആ കൊച്ചിനെ അകത്ത് കൊണ്ടുപോയിട്ട് എന്തോ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയോ ആ കൊച്ചിറങ്ങി ഓടുകയോ, എന്തായാലും ഇവൻ സത്യസന്ധനല്ലാത്തതുകൊണ്ട് തന്നെ ഇവന് മനസ്സിലായി ആൾക്കാരെടുത്തിട്ട് പഞ്ഞിക്കിടുക എന്നുള്ള കാര്യം. ഇറങ്ങി ഓടി. എന്തായാലും ഇന്നലെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. പിടിക്കപ്പെട്ടിട്ട് ഇപ്പം അതിനെക്കുറിച്ചൊക്കെയുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഭിത്തിയിൽ നിന്നെങ്ങാണ്ട് ഏതാണ്ട് കറയോ ചൊരക്കറയോ എന്നൊക്കെ കണ്ടെടുത്തുന്നോ, അതിനിപ്പോൾ ഫോറൻസിക്കിന് അയക്കണമെന്നോ, കുട്ടിയെ ഇവൻ ബലമായിട്ട് ദേഹോപദ്രവിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. എന്തായാലും എനിക്ക് ഈ അമ്മയോടും അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കാരോടും ഒക്കെ ഭയങ്കര ഭക്തി ബഹുമാനമുണ്ട്. എൻ്റെ പൊന്ന സഹോദരി, എന്താ പറയുക, ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും വിശ്വസിക്കാതിരിക്കുക. നിങ്ങളുടെയൊക്കെ നാട്ടില് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ പോലും സൗജന്യമായിട്ട് ഇങ്ങനെയുള്ള മാനസികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ചികിത്സയുണ്ട്. നിങ്ങൾ ഒരു രൂപ പോലും നിങ്ങൾ മുടക്കണ്ട. അവിടെ ചെന്ന് ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അവർ നല്ലൊരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാറുന്ന പ്രശ്നങ്ങളാണിത് മൊത്തം. നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ വിവരക്കേടിനെ, അന്ധവിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് ഇതേ കണക്ക് കാശടിക്കാൻ നടക്കുന്ന ഈ പന്നലുകളുടെ വലയിലേക്ക് നിങ്ങളുടെ കുട്ടികളെ അല്ലെങ്കിൽ നിങ്ങളൊന്നും പോയി വീണ് കൊടുക്കരുത്. ഇവനങ്ങ് ഒരു ജ്ഞാനം, ഒരു മാങ്ങ തൊലിയില്ല. ഇവനൊക്കെ പണം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ഉഡായിപ്പുകളും ചെയ്യുന്നവന്മാരാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കുറെ ഉണ്ട്. പണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ കണ്ടുവരുന്നതാണെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ഉഡായിപ്പിനെ വിശ്വസിക്കുന്ന ആൾക്കാർ കൂടി വരുമോ? അതിന് ജാതിയും മതവും വിദ്യാഭ്യാസവും ഒന്നും ഒരു പ്രശ്നമല്ലെന്നുള്ളതാണ് സത്യം. വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് ഇതിൻ്റെയൊക്കെ പുറകെ നടക്കുന്നത്. എന്തിനാണ് നിങ്ങൾ പോയി പഠിക്കുന്നത്? നമ്മൾ ശാസ്ത്രം പഠിക്കുന്നത് എന്തിനാണ്? ഇങ്ങനെയൊക്കെയുള്ള പൊട്ടന്മാരെ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണോ? ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. വിവരക്കേട് അലങ്കാരമായിട്ട് കൊണ്ടു നടക്കരുത്.
സാമാന്യ യുക്തി ബോധവും എപ്പോഴും വേണം മനുഷ്യന്. നമ്മൾ അതിനാണ് വിദ്യാഭ്യാസം ചെയ്യുന്നത്. എന്തൊരു കഷ്ടമാണ് നോക്കി. അവനെ അവൻ അവൻ റീൽസ് റീൽസ് ഓടി അവൻ റീൽസുകളൊക്കെയാണ് പൂജാമുറിക്കകത്തിരുന്ന് ചെയ്യുന്നത്. പഴയ ആൽബം പാട്ടുകളൊക്കെ ഇട്ടിട്ട് ഡാൻസ് കളിക്കുക. ലാപ്ടോപ്പിന്റെ മുമ്പിൽ വെച്ചിട്ട് ഞാൻ ആധുനിക ജോത്സ്യനാണ് പോലും. അവന്റെ ആധുനിക ജോത്സ്യൻ എന്തോന്ന് മാങ്ങാത്തൊലി. ചീത്ത പറയാൻ പറ്റാത്തതാണ് ഞാൻ പറയാത്തത്. ആവാരം തന്നെ. അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഇനിയുള്ള ഒരു കാലഘട്ടമെങ്കിലും നിങ്ങൾ ഇങ്ങനെയുള്ള വിവരക്കെടുപ്പം കൊണ്ട് തലവെച്ച് കൊടുക്കാതിരിക്കുക. നമ്മുടെ മക്കളൊക്കെ നല്ല ബുദ്ധിയും ശക്തിയോടും കൂടിയൊക്കെ വളരട്ടെ. അല്ലാതെ ഇവനെ പോലുള്ള കാലമാടന്മാരുടെ കൊണ്ട് വെച്ചു കൊടുത്തിട്ട് യവന്മാർ ഊതി കൊടുക്കുന്ന ഇത് കേട്ടോണ്ട് അവരുടെയൊക്കെ മൈൻഡ് ഔട്ടായി പോയി അവരൊക്കെ വേറെ വല്ല അസുഖം പിടിച്ചു പോകും അവർക്കൊക്കെ. ഇവന്റെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ മറ പറ്റിക്കൊണ്ട് കുറെ പണം സമ്പാദിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുറെ വൃത്തികേടുകൾ കാണിച്ചു കൂട്ടുക എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, അപ്പം ഇനിയെങ്കിലും ഇതൊന്നും ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ.